മൂന്നാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒരാൾ കൊണ്ടാണ് ഓരോരുത്തരുടെ വീടുകളിൽ കയറി ഇറങ്ങി 10 രൂപ കാശോ അല്ലെങ്കിൽ റേഷൻ്റെ അരിയോ മേടിച്ചാണ് ഞങ്ങൾ ജീവിച്ചു പോണത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വേറൊരു മാർഗ്ഗവുമില്ല. മക്കൾ നോക്കേണ്ട പ്രായത്തിൽ വയ്യാത്ത മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിനായി കഷ്ടപ്പെടുകയാണ് ഈ അമ്മ. 2 സെന്റ് ഭൂമിയിലെ ഈ കൂരയ്ക്കുള്ളിൽ മാനസികാസ്വാസ്ഥ്യമുള്ള മകനെ ഒരു മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. മറ്റൊരു മകന്റെ കാലിന് സ്വാധീനം ദിനം പ്രതി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കാലുകൾ വിറച്ച് നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ് അവന്. മകൾക്ക് പോളിയോ ബാധിച്ച് അരയ്ക്ക് താഴെ തളർന്നു. പുത്തൂർ വെള്ളക്കാരിത്തടത്ത് താമസിക്കുന്ന മണിയമ്മയുടെയും മക്കളുടെയും ദുരിത ജീവിതമാണിത്. ഈ മക്കളെ വീട്ടിലാക്കി എങ്ങനെ എന്തെങ്കിലും ജോലിക്ക് പോകുമെന്നാണ് ഈ അമ്മ ചോദിക്കുന്നത്. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും മറ്റുള്ളവരുടെ സഹായം വേണം. ഞാൻ പീച്ച് പള്ളിയിലൊരു കന്യാസ്ത്രീ മഠമുണ്ട്. അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ അവർ തന്നാണ് ആ ഒരു ഷീറ്റ്. അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം. ഞങ്ങൾക്ക് വേറൊരു മാർഗ്ഗമില്ല. ചോർന്ന് വെച്ചിട്ട് വീട്ടിലുള്ള 2-3 കലകളും മുന്നെടുത്ത് അവിടെ വയ്ക്കുക. അടുപ്പിൽ വരെ വെള്ളം വീഴും. അന്ന് അമ്മയുടെ വീട്ടിലോ ഇവരുടെ വീട്ടിലോ എവിടെയെങ്കിലുമൊക്കെ പോകാം. പക്ഷെ ഞാൻ പോകുമ്പോൾ ഇവളെ കൊണ്ട് പോകാണ്ട് എനിക്ക് പോകാൻ പറ്റില്ല. ഇവരൊക്കെ കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുടിയിലായാലും നമ്മൾ ചേച്ചിരി ആയാലും അനിയത്തിലും ആങ്ങളമാരായാലും നമ്മുടെ ഈ കുടിയിൽ കിടക്കുന്നത് അവരോട് കിടക്കുന്നത് രണ്ട് വ്യത്യാസം. എത്ര ദിവസം അവിടെ ചെന്ന് നിൽക്കാൻ പറ്റും? അത് കാരണം ഞാൻ ഒരിക്കലും പോകില്ല. മണിയമ്മയുടെ ഭർത്താവ് പരമേശ്വരൻ 2006 മരിച്ചതോടെ ഈ കുടുംബം ഈ അവസ്ഥയിലായതാണ്. മക്കളുടെ ചികിത്സയ്ക്ക് പണമില്ല. താനൊന്ന് വീണുപോയാൽ മക്കളെ ആര് നോക്കുമെന്ന ആധിയാണ് ഈ അമ്മയ്ക്ക്. പ്രായത്തിൻ്റെതായ അസുഖങ്ങളിൽ വലയുന്ന ഇവരുടെ ജീവിതം ഇനി എത്രനാൾ മറ്റുള്ളവരുടെ സഹായം കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയില്ല. എന്നെ അറിയുന്ന വീടുകളിൽ കയറും. അവരോട് പറയും എങ്ങനെ എൻ്റെ മകൾക്ക് വയ്യ, അല്ലെങ്കിൽ എൻ്റെ മകനിങ്ങനെ വയ്യ, എനിക്ക് മരുന്ന് മേടിക്കുന്ന കാശില്ല, അല്ലെങ്കിൽ അരി ഉണ്ടെങ്കിൽ റേഷൻ്റെ അരി ഉണ്ടെങ്കിൽ ഇത്ര തായോ എന്ന് പറയുമ്പോൾ അവരുള്ളവർ തരും. അത് കൊണ്ടുവന്നിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് വേറെ ഒരു മാർഗ്ഗവുമില്ല ഞങ്ങൾക്ക്. മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.